ഹെൽത്ത് സ്ക്വാഡിൻ്റെ പരിശോധന നടക്കുന്ന സമയത്ത് ഈ സീലില്ലാത്ത മാംസം അപ്പോൾ തന്നെ നമുക്ക് പിടിച്ചെടുക്കാനും ഫൈൻ ഈടാക്കാനും സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കഴിക്കേണ്ടത് ശരിക്കും ചിൽഡായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ മീറ്റ് ഒരു മസിൽ മീറ്റ് ആവുന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇല്ല പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ബ്ലഡ് വന്നാൽ എപ്പോഴും ക്ലീൻ അല്ല, പക്ഷെ അത് ജനങ്ങളുടെ കയ്യിൽ പൈസ കോർപ്പറേഷൻ്റെ ആയിട്ടുള്ള ബാക്കിയുള്ള ആസ്തികളിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവസാനം ബില്ല് വന്നതിന് ശേഷം മാത്രം കൃത്യമായിട്ടുള്ള എമൗണ്ട് പറയാൻ സാധിക്കും. എന്തായാലും മീറ്റ് നമ്മൾ ഡീബോൺ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ബോണുണ്ട്. ആ ബോണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു. അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവുശാലകളൊക്കെ തന്നെ അവസാനിപ്പിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് നേരെ തിരിച്ച് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇവിടെ അൺകോൺഷ്യസ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടിലേക്ക് നമ്മൾ മാനുവലാണ് പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യുകയാണ്. നമ്മൾ പിടിച്ചൊക്കെ നമ്മളായിരിക്കണം. അത് ഇത് അതിനുള്ള ബ്ലഡ് കംപ്ലീറ്റ് വാങ്ങുവാൻ ഇതിനകത്ത് വീടിട്ട് ഇവിടെ നിന്നാണ് ബ്ലഡെല്ലാം വാങ്ങു പോയാലും ശരിക്കും അതിൻ്റെ ബാക്കിൽ സൗണ്ട് ലോഡ് പോകാൻ അതാണ്. അതിനുശേഷം നമ്മൾ ഓരോ സെക്ഷനിൽ ഓരോ ജീവനക്കാർ നമ്മുടെ സൗണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് കാണാത്ത ആനിമലിന്റെ ഇല്ല അല്ലല്ല നമ്മുടെ ആനിമൽ വന്നേക്കാം. താഴെ ഈ മെഷീൻ വെക്കുമ്പോൾ താഴെ ആ പുള്ളി നിങ്ങൾ ആൾ വരും. ഇതിന്റെ ബോഡി ഉൾപ്പെടെ ഇങ്ങനെ വരും. ഇതിന്റെ ബോഡിന്റെ കഴുത്തിലേക്ക് വരും. ഇതനുസരിച്ച് ഹെവി ആനിമൽസ് ഇല്ല ഇത് ഇങ്ങോട്ട് പോകുന്നുണ്ട. ഇതിങ്ങനെ ഇതിന് വരുമ്പോഴത്തേക്കാണ് നമ്മൾ നമുക്ക് പുരുഷൻ കിട്ടുമല്ലേ ഞാൻ സാറേ നമ്മൾ ഇതിനകത്തൂടെയാണ് നമ്മൾ ഔട്ട് പോകുന്നത്. ഈ മെറ്റീരിയൽ ബ്ലഡ് ഇല്ല, ഇത് പോളിയൂത്ത് എപ്പോക്സിയിലാണ് സാറേ. ഇതെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോട്ടിങ് ഉണ്ടാവില്ല, പിന്നെ ഒരു സ്ലിപ്പിംഗ് ഉണ്ടാവില്ല. ഇല്ല പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ബ്ലഡ് വന്നാൽ എപ്പോഴും ക്ലീൻ ചെയ്തിരിക്കണം. അതെങ്ങനെ മാനുവലാണ്? അത് അല്ല, മാനുവലായിട്ടാണ്. മാനുവലാണ്. അത് നോക്കണേ വന്നിട്ട് നമ്മൾ റെൻഡർ ചെയ്തെടുക്കാം. ഒരു ചില്ലിങ് എപ്പോഴും ഒരു ചില്ലിങ് ടെമ്പറേച്ചർ വെക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു 5 ഡിഗ്രി സെൻറ്റിഗ്രേഡിലായിരിക്കണം നമ്മൾ ഈ വരുന്ന മീറ്റ് കാർക്കസ് സൂക്ഷിക്കേണ്ടത്. ഇപ്പം നമ്മളിത് ഹോട്ടായിട്ടാണ് ഇപ്പോൾ എല്ലായിടത്തും നമ്മുടെ എല്ലാ ഇതിലും ചെയ്യുന്നത്. ഹോട്ട് മീറ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കഴിക്കേണ്ടത് ശരിക്കും ചിൽഡായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ മീറ്റ് ഒരു മസിൽ മീറ്റ് ആവുന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സ് ചെയ്ത മീറ്റേ നമ്മൾ മനുഷ്യർ കഴിക്കാൻ പാടുള്ളൂ. അപ്പം നമുക്കിവിടെ അതിനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ നമുക്കിത് ഇല്ല സാർ. ഇപ്പം നമ്മളിവിടെ ഹോട്ട് മീറ്റ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് അപ്പം തന്നെ എടുക്കുന്ന ഹോട്ട് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ചില്ല് ചെയ്യുകയാണ്. ബോഡിയിൽ എന്തായാലും ഒരു ടെമ്പറേച്ചർ കാണുമല്ലോ, അത് മാറിയിട്ട് നമ്മൾ ഇത് കൊണ്ടുവരികയാണ്. പിന്നെ ഇതിനകത്ത് സാറേ ഇത് വരുന്ന ഇവിടെ സാറേ നമുക്ക് വരുന്ന ബോണ് മീറ്റ് നമ്മൾ ഡീബോൺ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ബോണുണ്ട്. ആ ബോണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ
ഇല്ല, നമുക്കത് നമ്മൾ ചോദിക്കുന്നുണ്ട്. ബോൺ അവർ പോകുന്നില്ലെങ്കിൽ നമ്മൾ ഡീബോൺ ചെയ്യും. കാരണം ഒരു സ്ലോട്ടർ ഹൗസ് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് എന്തായാലും ഒരു റെൻഡറിങ് പ്ലാന്റ് ETP കമ്പൽസറി ആണ്, നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യാം. അത് ഡീബോൺ ചെയ്ത് കഴിഞ്ഞാൽ ബോൺ അവിടെ ഇടും. അപ്പോൾ ഇതിനകത്തൊരു കണക്കുണ്ട്. നമുക്കൊരു 60 to 40%, 60% ബോണും പിന്നെ ഒരു 40% സോഫ്റ്റ് ടിഷ്യൂസാണ്. അത് നമ്മുടെ കുടൽ നമുക്ക് മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത കുടലൊക്കെ ആണെങ്കിൽ അതിവിടെ നമ്മൾ ഇത് ചെയ്യും. ഇത് പ്രോസസ് ചെയ്യും. ഇതിന് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഹൈ പ്രഷറിലാണ്. ഹൈ പ്രഷറിൽ സാർ ഇത് ശരിക്കും ബോൺ മീലാണ്. ബോൺ മീൽ എന്ന് പറഞ്ഞാൽ ബോൺ മീൽ. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ബോൺ അതുകൊണ്ട് ഈ കാൽഷ്യം ഫോസ്ഫറസ് എപ്പോഴും ഫോസ്ഫറസ് കൂടുതലായിരിക്കും. കാൽഷ്യം ഫോസ്ഫറസ് ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് വെച്ചാൽ ഈ ജൈവ വളത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ പെറ്റ് ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് കുറച്ച് പ്രോസസ് ഇല്ല ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി വന്ന് ഇവിടെ ഇതാണ് കുക്ക് ചെയ്തിട്ട് ഇതിലെ ലാസ്റ്റ് എൻഡ് പോയിന്റ് ആണ് അവിടെ വരുന്നത്. അവരുമ്പത് ശരിക്കും നമുക്കൊരു പഞ്ചസാര രൂപത്തിൽ പൊടിച്ച് കിട്ടുന്നത്. അത് ശരിക്കും അത് പെറ്റ് ഫുഡായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് പെറ്റ് ഫുഡിന് കുറച്ച് വേറൊരു സിസ്റ്റം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുറച്ച് സയൻറ്റിഫിക്കായിട്ട് കുറച്ച് ന്യൂട്രീഷനൊക്കെ ആഡ് ചെയ്തിട്ട് വേണം. അത് നമുക്ക് ഓരോ പെല്ലറ്റ്സ് ആക്കുന്ന മെഷീനറി ഉണ്ട്. അങ്ങനെ പഞ്ചസാര ടൈപ്പ് കൊണ്ടുപോകും. അത് മാനുവൽ. ഇപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇതിന് 80-100 രൂപ വിലയുണ്ട്. ബോൺ. പിന്നെ സാറേ പുറത്തുനിന്ന് കിട്ടുന്ന ബോണെന്ന് പറഞ്ഞാൽ അതെല്ലാം സൾഫ്യൂരിക് ആസിഡ് ട്രീറ്റ് ചെയ്തതാണ്. ഇവിടെ അതല്ല, ഡയറക്റ്റാണ്. സൾഫ്യൂരിക് ആസിഡ് ട്രീറ്റ് എടുക്കുന്നത് വെച്ചാൽ ജെലാറ്റിൻ എടുക്കാൻ വേണ്ടി അല്ല, ഇത് ജെലാറ്റിൻ ആണ്. ഇപ്പോൾ നമ്മൾ നീറ്റ ജെലാറ്റിൻ ആൾക്കാരെല്ലാം സൾഫ്യൂരിക് ആസിഡ് അത് വരുന്നത് ചിപ്സായിട്ട് എക്സ്ട്രാക്ട് ചെയ്തു. അതിന് സൾഫ്യൂരിക് ആസിഡ് അത് ശരിക്കും മണ്ണിൽ വന്നു കഴിഞ്ഞാൽ മണ്ണും കേടാവും. പക്ഷെ നമ്മുടെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റിന് പോകുന്നില്ല. ഇത് പെറ്റ് ഫുഡായിട്ട് ഉപയോഗിക്കാം. ഇല്ല നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യും. അവിടെയാണ് ഔട്ട്. അപ്പം അതൊക്കെ നമുക്ക് തുടക്കത്തില്ല. ഏതാണ് അത് നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നതിന് ഡ്രൈ ആയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഇപ്പം വരുന്നത് പഞ്ചസാര പോലെ നനവുണ്ടാവരുത്. മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞിരുന്നാലേ കീപ്പിംഗ് ക്വാളിറ്റി കൂടത്തുള്ളൂ. അത് നമ്മുടെ പ്രോസസ്സിൻ്റെ കണക്കായിരിക്കും. ഇന്ന് ട്രയൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇത് തുടങ്ങി ഒന്നും അറിയണല്ലോ സാറേ, എന്താ നമ്മളിതുവരെ ചെയ്തിട്ടില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പീസായിട്ട് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഓരോ പീസായിട്ട് 4 തുടയായിട്ട് പീസായിട്ട്. അപ്പോൾ അവർ പുറത്തുനിന്നാണ് അവർ വാങ്ങിക്കുന്നത്. അത് വേണ്ട, നമ്മൾ ഉണ്ട് അത് നമുക്ക് കൊടുക്കാം, അവർക്ക് കൊടുക്കാം. ഉണ്ട് അവർക്ക് നമുക്ക് കിലോ എത്ര കിലോ എന്നുള്ളത് ഇല്ല കുറയല്ല മാഡം. നമ്മളതിനകത്ത് അവർക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. വെറ്ററിനറി സർട്ടിഫിക്കറ്റോടുകൂടി അല്ല. പക്ഷെ അത് ജനങ്ങളുടെ കയ്യിൽ ജനങ്ങളുടെ കയ്യിൽ ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ. അവർക്ക് ഇപ്പോഴും നമുക്ക് അനധികൃത മീറ്റാണ് കിട്ടുന്നതാണ് എല്ലാ ജനങ്ങൾക്കും അറിയാം. പക്ഷെ നമുക്കത് വേറെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് തന്നെ കഴിക്കുന്നു. അതൊന്നും ഇല്ല. അത് ആനിമൽസിൻ്റെ വരുന്ന ലൈവ് ആനിമലിൻ്റെ പ്രൈസ് നോക്കിയിട്ട് വേണം നമുക്കത് ചെയ്യാൻ. അത് ശരിക്കും അത് മാർക്കറ്റ് റേറ്റും കൂടെ നോക്കിയിട്ട് ചെയ്യുന്നുള്ളൂ. അത് അധികം കൂടത്തില്ല, എന്നാൽ നോർമാലിറ്റി റേറ്റ് തന്നെ ആയിരിക്കും. Backside examination center is there. Backside examination. After that only antemortem we're going to done. Then inside the postmortem is one. From here, from here. Once the animal is unloaded, backside we are doing the antemortem. There. Yes, sir. At the time of unloading, Unloading you are only we going to need. examine. Yes. Doctor will be there. Yes. Physically wound or pregnant animal, all the things we need to rectify here. So because That pregnant is, animal below 1 year, we should not That stop. is at the time of unloading, the presence of the doctor is necessary. Yes. That is antemortem is done. That is we have a report. അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടി പണി പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിലുള്ള കുന്നുകുഴി സ്ലോട്ടർ ഹൗസ്. നമുക്കിന്ന് ഈ സ്ലോട്ടർ ഹൗസ് അടുത്ത ദിവസങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കും. അതുമുതൽ തിരുവനന്തപുരം നഗരത്തിൽ ശാസ്ത്രീയമായി തയ്യാറാക്കിയ മാംസം ജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കും. പരമാവധി ഇന്നോ നാളെയോ തന്നെ തീയതിയും സമയവും അറിയിക്കാൻ സാധിക്കും. ഒരു
ഉദ്ദേശം 10 കോടി രൂപയ്ക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ബില്ല് വരുമ്പോൾ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. എനിവേ ഒരു 10 കോടി രൂപയ്ക്കകത്ത് മെഷീനറിക്ക് മാത്രം ഇവിടുത്തെ സജ്ജീകരണങ്ങളും ചിലവിട്ടിട്ടുണ്ട്. പിന്നെ കോർപ്പറേഷൻ്റെ ആയിട്ടുള്ള ബാക്കിയുള്ള ആസ്തികളിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവസാനം ബില്ല് വന്നതിന് ശേഷം മാത്രം കൃത്യമായിട്ടുള്ള എമൗണ്ടുകൾ പറയാൻ സാധിക്കും. എന്തായാലും ലഭ്യമായ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ അനുസരിച്ച് തന്നെയാണ് നടക്കുന്നത്. ഇതോടുകൂടി ഇത് വളരെ സജീവമായി പ്രവർത്തനം മുന്നോട്ട് പോകുന്നതോടുകൂടി നമ്മുടെ നഗരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവുശാലകളൊക്കെ തന്നെ അവസാനിപ്പിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതിൽ നിന്നുണ്ടാകുന്ന മാലിന്യം റോഡിൽ വലിച്ചെറിയുക, രക്തം റോഡിലേക്കും നദികളിലേക്കും ഒഴുക്കിവിടുന്ന പ്രവണത, ഇതൊക്കെ തന്നെ സമ്പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ട് നഗരത്തെ സമ്പൂർണ്ണമായും ശുചീകരിക്കുന്നതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ സാധിക്കും. ഏറ്റവും അടുത്ത വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കകം ഉദ്ഘാടനം നടക്കും. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ അതിൻ്റെ സമയവും തീയതിയും പറയാം. ഓക്കെ. അതുകൂടാതെ മുന്നേറെ ക്ഷണിക്കുമോ ഈ ഉദ്ഘാടനം? പറയാം, എല്ലാ കാര്യങ്ങളും പറയാം. ഓക്കെ. അതായത് ശാസ്ത്രീയമായിട്ട് തയ്യാറാക്കിയ ഭക്ഷണ പദാർത്ഥമാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായ ഒരു വശം. മറ്റൊന്ന്, മൃഗങ്ങളെ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ച് ഡോക്ടർമാരുടെ പരിശോധന, 2 ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അതിൻ്റെ എക്സാമിനേഷൻ നടക്കും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖം ബാധിച്ചതാണ്, അല്ല എന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻ്റായ അനിമലാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് മീറ്റാക്കിയതിന് ശേഷം അവിടെയും ഒരു പരിശോധനയുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ജോണ്ടിസ് ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ബാധിച്ചാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ മാംസം റിജക്റ്റ് ചെയ്യും. അതിനെ ലാബ് ടെസ്റ്റിന് അയക്കും. നമ്മൾ സീൽ ചെയ്യും. ഇവിടെ വന്ന് കോർപ്പറേഷൻ്റെ സീല് ചെയ്ത മാംസമാണ് കടകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടകളിൽ ഹെൽത്ത് സ്ക്വാഡിൻ്റെ പരിശോധന നടക്കുന്ന സമയത്ത് ഈ സീലില്ലാത്ത മാംസം അപ്പോൾ തന്നെ നമുക്ക് പിടിച്ചെടുക്കാനും ഫൈൻ ഈടാക്കാനും സാധിക്കും. ഇതാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൻ്റെ മേന്മ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അനധികൃത അറവശാലകൾ പൂട്ടുന്നതോടുകൂടി തെരുവുനായ ശല്യം ഉൾപ്പെടെ വളരെ വലിയൊരു തോതിൽ കുറയും. അതോടൊപ്പം തന്നെ നമ്മുടെ നദികളും പുഴകളും മലിനമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ അറവുശാലകളിൽ നിന്നുള്ള മാലിന്യം അശാസ്ത്രീയമായി ഇവിടെയൊക്കെ വലിച്ചെറിയുന്നതുകൊണ്ടാണ്. അത് നിൽക്കുന്നതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കുക. പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ടാണ് ഇത് മാറാൻ പോകുന്നത്. അല്ല, ഇവിടെ ബാക്കി ഷീപ്പുണ്ട്. ഷീപ്പ് ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ സംവിധാനം ഇപ്പോൾ നടക്കുന്ന പോലെ തന്നെയാണ്. അതിന് മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഷീപ്പ് ഇവിടെ ചെയ്യും. ലാർജ് അനിമലും ചെയ്യും, ഷീപ്പും ചെയ്യും. ഓക്കെ, ശരി. അല്ല, ഇപ്പോൾ ഇവിടെ നടന്ന ഞങ്ങൾ ഉദ്യോഗസ്ഥരുമായി MR ഫാംസിനാണ് ഇതിൻ്റെ കോൺട്രാക്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുമായിട്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, ഇവിടുത്തെ ഈ വാർഡിൻ്റെ കൗൺസിലർ ശ്രീമതി മേരി പുഷ്പമുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇരുന്നിട്ട് ഇതിൻ്റെ അടുത്ത ഘട്ടം ഉദ്ഘാടനം എങ്ങനെ വേണം, അതിന് ശേഷമുള്ള പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനദണ്ഡങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പ്രാഥമിക ഘട്ടത്തിലുള്ള ആലോചനയാണ്. സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുണ്ട്. ഇപ്പം അവർ അതിൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്തി. അതിലെന്തെങ്കിലും ചെറിയ റെക്ടിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ, സ്വാഭാവിക പുതിയ മെഷീനറി അല്ലേ. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഉണ്ടാകുന്ന ബ്ലഡിൻ്റെ ഒഴുക്ക്, അതിന് ഏത് രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പരിശോധന ഇവിടെ വളരെ കൂടുതൽ സ്റ്റാഫിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുകയാണ്, രാത്രിയും പകലും. അതൊക്കെ തന്നെയാണ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ മേൽനോട്ടം നടത്തുന്നുണ്ട്. അക്കാര്യങ്ങളാണ് നടക്കുന്നത്. ഓക്കെ, താങ്ക് യു.